മനുഷ്യൻ ഏറ്റവും ഭയപ്പെടുന്ന ഒന്ന് അപമാനം. നിങ്ങളുടെ സ്നേഹം ഈ അപമാനത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിശ്ചയമായിട്ടും സ്നേഹത്തിന്, നിങ്ങൾ വിചാരിക്കുന്ന സ്നേഹത്തിന് സ്നേഹമെന്ന് വിശേഷിപ്പിക്കപ്പെടാനുള്ള കൃത്യമായ അർഹതയില്ല. എല്ലാവരും ഭയക്കുന്ന അപമാനത്തെയാണ്. ഒരു വല്ലാത്തൊരു വർക്കുണ്ട്, റീഡർ എന്ന് പറഞ്ഞൊരു പുസ്തകം. രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിലാണ്. അന്നൊരു ക്യാമ്പിൽ നിന്ന് വേറൊരു ക്യാമ്പിലേക്ക് കുറേ കുട്ടികളെ കൊണ്ടുപോകുന്ന വഴിക്ക് അവരുടെ മീതെ ബോംബിംഗ് ഉണ്ടായി. ഈ കുട്ടികൾ കൊല്ലപ്പെട്ടു. ആ ക്യാമ്പുകളിലൊക്കെ പശ്ചാത്തലത്തിലാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ കുട്ടികൾ മറ്റൊരു ക്യാമ്പിലേക്ക് പോയതിനെക്കുറിച്ചൊരു വിശദീകരണം നടക്കുമ്പോൾ അതിന് കൂട്ടിക്കൊണ്ടുപോയ സ്ത്രീകൾ പറഞ്ഞു, അത് ഞങ്ങളുടെ മേലധികാരി ഞങ്ങൾക്ക് തന്നെ കത്തുകൊണ്ടാണ്. എന്നിട്ട് ആ കത്ത് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ആരോപണ വിധേയമായിട്ട് നിൽക്കുന്ന ഹന്ന എന്ന് പറഞ്ഞ മധ്യവയസ്കയായ സ്ത്രീയുണ്ട്. അവളോട് ചോദിക്കുകയാണ്, ഇത് നിങ്ങൾ തന്നെ എഴുതിയ കത്താണ്? അവളൊന്നും അനങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ ഈ കത്തിനകത്തെ വരികൾ അവരുടെ തന്നെ അക്ഷരമാണെന്നറിയാൻ വേണ്ടി ഒരു ലെറ്റർ പാഡ് എടുത്തിട്ട് ജഡ്ജ് പറഞ്ഞു, നിൻ്റെ അക്ഷരം കാണട്ടെ. പെട്ടെന്ന് ഈ സ്ത്രീ ഇങ്ങനെ വളരെ വേഗത്തിൽ പറഞ്ഞു, ഞാൻ എഴുതിയ കത്താണ്, ഞാനാണ് ഉത്തരവാദി. പിന്നെ വിചാരണയ്ക്ക് മുമ്പോട്ട് പോകേണ്ട കാര്യമില്ല. അവൾ സ്വയം കുറ്റമേറ്റു. ഒരു 20 വർഷത്തെ തടവ് കിട്ടി. പക്ഷേ ഒരു നിയമ വിദ്യാർത്ഥികളൊക്കെ കണ്ടുകൊണ്ടിരിപ്പുണ്ടായിരുന്നു. അവൻ്റെ പഠനത്തിൻ്റെ ഭാഗമായിട്ട് അവൻ്റെ അധ്യാപകൻ തൻ്റെ കുറേ വിദ്യാർത്ഥികളുമായിട്ട് ഈ കോടതി മുറി വന്നിരിക്കുകയാണ്. അവന് ഈ സ്ത്രീ അറിയാമായിരുന്നു. ഒരു കാലത്ത് അവർക്കിടയിൽ അഗാധമായൊരു സൗഹൃദമുണ്ടായിരുന്നു. ആ അഗാധമായ സൗഹൃദത്തെ ഓർമ്മിച്ചെടുക്കുമ്പോൾ അവൻ ഓർമ്മയുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം, അവൾക്ക് എഴുത്തും വായന അറിയില്ലെന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം ഈ കത്തെഴുതിയ അവളല്ല. എന്നിട്ടും ഇത്രയും വലിയ ആൾക്കൂട്ടത്തിന് മധ്യേ തനിക്ക് എഴുത്തറിയില്ല എന്ന് പറയുന്നതിനേക്കാൾ കാമ്യമായിട്ട് അവൾ കരുതുന്നത് 20 വർഷത്തെ തടവാണ്. എന്തൊക്കെ പറഞ്ഞാലും മനുഷ്യൻ ഇപ്പോഴും തട്ടി വീഴുന്ന ആ കടമ്പയുടെ പേരാണ് അപമാനം. ഒരാളെയും അപമാനത്തിന് വിട്ടുകൊടുക്കാൻ ഇരിക്കാനാവുമോ എന്നുള്ളതാണ് സ്നേഹത്തിൻ്റെ ഈ സന്ധിയിലെ ചലഞ്ച്. ലവ് ഡസ് നോട്ട് ഡിസോണർ എനി.